സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം അവലോകനം ചെയ്യണു. തപസ്സിൽ നിന്നും എണീറ്റ വിശ്വാമിത്രൻ ഭാര്യയെ കാണാനായി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ദാരിദ്ര്യം കൊണ്ടും വിശപ്പ് കൊണ്ടും വലഞ്ഞ താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞതും, ഇത്രയും ദാരിദ്ര്യം ജനങ്ങളെ മുഴുവൻ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എപ്രകാരമാണ് നീ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നത്, എവിടുന്ന് ആഹാരങ്ങൾ കിട്ടിയത്, ഈ ദാരിദ്ര്യം നിന്നെ ബാധിക്കാതെ കണ്ട് ഈ കുട്ടികളൊക്കെ ഞാൻ തപസ് ചെയ്യാൻ പോയപ്പോൾ തീറ്റിപ്പോറ്റി വളർത്താൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു. ചോദ്യം കേട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, അതിഭയങ്കരമായിട്ടുള്ള കാലം ഞാൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞു തരാം അങ്ങക്ക്. അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാജ്യത്തെങ്ങും വളരെയധികം ദാരിദ്ര്യം ഉണ്ടാവാൻ തുടങ്ങി. അന്നത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെല്ലാം വിലപിച്ചു. വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ട് എന്തെങ്കിലും ഭക്ഷണത്തിന് കിട്ടുമോ എന്ന് ചോദിച്ച് ഈ വനം തോറും ഞാൻ ചുറ്റി നടന്നു. അങ്ങനെ കിട്ടുന്നതായിട്ടുള്ള വരിനെല്ല് അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് മാസങ്ങളൊക്കെ തള്ളി നീക്കി. അത് തീർന്നപ്പോൾ എനിക്ക് വീണ്ടും ചിന്തയായി, ക്ഷാമമായി. ഭിക്ഷ കിട്ടാനില്ല, ഇവിടെ നിന്നും കാട്ടിലൊന്നും വരിനെല്ല് കിട്ടാനില്ല, വൃക്ഷങ്ങളിലും ഫലങ്ങളൊന്നും കാണണില്ല, മണ്ണിലും കിഴങ്ങുകളൊന്നും ഇല്ല. കുഞ്ഞുങ്ങളെ വിശപ്പടക്കാനാവാതെ കണ്ട് വാവിട്ട് ഒരു ഭാഗത്ത് കരയണു. എന്താ ചെയ്യുക, എവിടെ പോവും, എങ്ങനെ വിശപ്പടക്കും, ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഒരു തീരുമാനമെടുത്തു. ഒരു പുത്രനെ ഏതെങ്കിലും ഒരു പണക്കാരന് കൊടുക്കാം. ആ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വിശന്ന് പൊരിയുന്ന മറ്റു കുട്ടികളെ പോറ്റാം. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് മകനെ തന്നെ ആകട്ടെ വിൽക്കുന്നത് എന്നുറപ്പിച്ചു. ബാലനാണെങ്കിലും ഇവൻ വാവിട്ട് കരഞ്ഞു തുടങ്ങി. കരയുന്ന വിനയം കൊണ്ട് ഞാൻ നാണം കെട്ടിട്ട് അവനെ വിൽക്കാനായിട്ട് ഇറങ്ങി. സത്യവ്രതൻ അതിദുഃഖിതയായിട്ടുള്ള എന്നെ വഴിക്ക് വെച്ച് കണ്ടു. എന്തിനാണ് ഈ കുട്ടി കരയുന്നത് എന്ന് ആ രാജഋഷി എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കുട്ടിയെ വിൽക്കാൻ കൊണ്ടുപോവുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് കേട്ട് ദയാലുവായിട്ടുള്ള ആ രാജാവ് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് പൊക്കോളൂ. അങ്ങയുടെ ഭർത്താവായിട്ടുള്ള മുനി മടങ്ങി വരുന്നതുവരെ കുഞ്ഞുങ്ങൾക്ക് തിന്നാനുള്ള മാംസം ദിവസവും ഞാൻ കൊണ്ടുവച്ചു കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ രാജാവ് ദിവസവും മാൻ, പന്നി തുടങ്ങിയവയെ കൊന്ന മാംസം ഈ മരത്തിൽ കൊണ്ടുവച്ചിട്ട് പോകും. ആ രാജാവാണ് കുട്ടികളെ ദുഃഖസമുദ്രത്തിൽ നിന്ന് രക്ഷിച്ചത്. എങ്കിലും ഞാൻ നിമിത്തം ആ രാജാവിന് വസിഷ്ഠമുനിയുടെ ശാപമേൽക്കേണ്ടതായിട്ട് വന്നു. ഒരു ദിവസം കാട്ടിൽ വേട്ടയാടാനായിട്ട് മൃഗങ്ങളെയൊന്നും കിട്ടിയില്ല, മാംസം കിട്ടിയില്ല. അതുകൊണ്ട് വസിഷ്ഠൻ്റെ പശുവിനെ അദ്ദേഹം കൊന്നു. അതിൽ വസിഷ്ഠൻ കോപിച്ച് രാജാവിന് ത്രിശങ്കു എന്നൊരു പേര് നൽകി. ഗോവിനെ വധിച്ചത് നിമിത്തം അദ്ദേഹത്തിനെ ചാണ്ടാലനാക്കി ശപിച്ചു. ആ രാജാവ് ഞാൻ നിമിത്തം ചാണ്ടാലനായിട്ട് ദുഃഖിക്കുന്നത് കണ്ട് എനിക്കും ദുഃഖമുണ്ട്. എന്തെങ്കിലും ഉപായത്താലോ അങ്ങയുടെ തപശക്തി കൊണ്ടോ അങ്ങ് ആ രാജാവിനെ ആപത്തിൽ നിന്നും കഴിയുമെങ്കിൽ രക്ഷിക്കണം. കാരണം നമ്മളെ രക്ഷിച്ചവനാണല്ലോ. അങ്ങനെയുള്ള രാജാവിനെ പ്രത്യുപകാരം എന്ന നിലയ്ക്ക് രക്ഷിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ട ഈ
വിശ്വാമിത്രൻ അവളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ രാജാവിനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാം, കാട്ടിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്ന ഉപകാരം ഞാൻ പോയപ്പോൾ അദ്ദേഹമാണല്ലോ ചെയ്തത്. വിദ്യ കൊണ്ടും തപോബലം കൊണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിന് അറുതി വരുത്തും. ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് രാജാവിൻ്റെ ദുഃഖം എങ്ങനെ ഇല്ലാതാക്കും എന്ന് വിശ്വാമിത്രൻ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ചണ്ടാല രൂപത്തിലിരിക്കുന്നതായിട്ടുള്ള സത്യവ്രതൻ അഥവാ ത്രിശങ്കു ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ചണ്ടാലനായി ചണ്ടാലക്കുടിയിൽ ദീനനായി കഴിയുന്ന ത്രിശങ്കു മുനി വരുന്നത് കണ്ട് വിശ്വാമിത്രൻ വരുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അദ്ദേഹത്തിനെ കൗശികൻ അഥവാ വിശ്വാമിത്രൻ കൈപിടിച്ചെണീപ്പിച്ചു, ആശ്വസിപ്പിച്ചു. പറഞ്ഞു, എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് വസിഷ്ഠൻ്റെ ശാപമേറ്റത്. അങ്ങയുടെ ആഗ്രഹം എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരാം. എന്താണ് അങ്ങയ്ക്ക് ചെയ്തു തരേണ്ടത് എന്നങ്ങ് പറയൂ എന്ന് വിശ്വാമിത്രൻ ചോദിക്കുമ്പോഴാണ് അതിനുള്ള കാരണങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ പറയുന്നു ത്രിശങ്കു. പണ്ട് ഞാൻ വസിഷ്ഠനോട് ഒരു യാഗം നടത്തി തരണം എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു യാഗം നടത്തണം, എന്നെക്കൊണ്ട് യജിപ്പിക്കണം. ആ യാഗത്തിൽ എനിക്ക് സ്വർഗത്ത് പോകണം. അതിന് തക്കവണ്ണം ഇഷ്ടപോലും ചെയ്തോളൂ. ഈ ശരീരത്തോടുകൂടി സുഖസ്ഥാനമായി ഇന്ദ്രലോകത്ത് പോകാൻ കഴിയണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ അത് കേട്ട വസിഷ്ഠനാകട്ടെ എന്നോട് കോപിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യ ശരീരത്തോടെ നിനക്കങ്ങനെ സ്വർഗത്തിൽ വസിക്കാൻ പോവാൻ കഴിയില്ല. എന്നാലും വീണ്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മറ്റൊരാളെ പുരോഹിതനായിട്ട് ഉത്തമമായി യാഗം നടത്തട്ടെ എന്ന്. അത് കേട്ടപ്പോഴാണ് അദ്ദേഹം ശപിച്ചത്, ചണ്ടാലനായി പോകട്ടെ എന്ന്. അങ്ങനെ ശാപം കിട്ടാനുള്ള കാരണം മുഴുവൻ ഞാനിത് അങ്ങയോട് പറഞ്ഞു. അങ്ങയ്ക്ക് എൻ്റെ ദുഃഖമില്ലാതാക്കാൻ കഴിയുമോ? കഴിയും എന്നുണ്ടെങ്കിൽ എൻ്റെ ദുഃഖത്തിനൊരു നിവാരണം ചെയ്യണം എന്ന് വിശ്വാമിത്രനോട് അപേക്ഷിക്കുകയാണ് ത്രിശങ്കു. അദ്ദേഹത്തെ ഈ വസിഷ്ഠൻ്റെ ശാപത്തിൽ നിന്ന് എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് വിശ്വാമിത്രനും ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ 13-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. കഥ തുടർന്നുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നു. 14-ാമത്തെ അധ്യായം നമുക്ക് നാളെ അവലോകനം ചെയ്തുകൊണ്ട് പോകാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.